പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. മലമ്പുഴ കൊട്ടേക്കാട്ടിൽ സംസ്കൃത അധ്യാപകനെതിരെ മൊഴി നൽകി കൂടുതൽ വിദ്യാർത്ഥികൾ. നേരത്തെ മൊഴി നൽകിയ 5 കുട്ടികൾക്ക് പുറമെ ഇപ്പോൾ 8 കുട്ടികൾ കൂടി പോലീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികളെയും അനിൽ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അതായത് ആ വിദ്യാർത്ഥി സുഹൃത്തിനോട് പറയുന്നു, സുഹൃത്തിൻ്റെ അമ്മയോട് പറയുന്നു, അമ്മ ചൈൽഡ് ലൈനെ അറിയിക്കുന്നു, ചൈൽഡ് ലൈൻ വഴി പോലീസ് എത്തുന്നു. പക്ഷെ അവിടെയും സ്കൂൾ അധികൃതർ മറച്ചു വെച്ചൊരു കേസായിരുന്നു ഇത്. വിശദമായി ഈ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം 5 വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇപ്പോൾ പുതിയതായി 8 കുട്ടികൾ കൂടി രംഗത്തെത്തിയിരിക്കുന്നു. ഒരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ് ഈ അധ്യാപകൻ അനിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാൾ നിലവിൽ അറസ്റ്റിലായിരുന്നു, റിമാൻഡിലാണ്. ഈ കേസ് കൂടുതൽ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തലുമായി പരാതിയുമായി രംഗത്തെത്തിയതോടെ ഇനി പോലീസിൻ്റെ നീക്കം എന്താണെന്നറിയണം. അതോടൊപ്പം ഇനി ഇതിനു മുൻപ്, അതായത് ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമല്ല, മുൻപ് ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളെ ഈ അധ്യാപകൻ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. ആ തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? പ്രധാനമായും കൂടുതൽ പരാതികൾ അധ്യാപകനെതിരെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണ്. എന്തായാലും CWC ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകേണ്ടുന്ന സാഹചര്യമുണ്ടോ? കൂടുതൽ കുട്ടികൾ, ടോം സൂചിപ്പിച്ചതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ മുൻപും ഇത്തരം അനുഭവങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ട്. അധ്യാപകന്റെ ഫോണിൽ നിന്നും കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. നിരന്തരമായി കുഞ്ഞുങ്ങളെ അധ്യാപകൻ അയാളുടെ വീട്ടിലെത്തി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ടോം സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ പിഴവാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ശിശുക്ഷേമ സമിതിയും ശരിവെക്കുന്നുണ്ട്. AU നൽകിയ റിപ്പോർട്ടിലും അത് വ്യക്തമാക്കുന്നുണ്ട്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായി, ആ വീഴ്ചയ്ക്ക് നടപടി ഉണ്ടായേക്കാം. അത്തരം സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു ലൈംഗിക വൈകൃതമുള്ള അധ്യാപകനെ ഇത്ര കാലം സ്കൂള് സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പരാതി എത്തിയപ്പോൾ തന്നെ ആ പരാതിയിൽ കുട്ടിയുടെ പാരന്റിന്റെ പരാതി എത്തിയപ്പോൾ ആ പരാതിയിൽ നടപടിയെടുക്കാതെ ഒളിച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം ഇത് അന്വേഷണം ഈ അതോറിറ്റി അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സ്കൂൾ അധികൃതർ തങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ തന്നെ ഇത്തരം ഒരു ഈ ലൈംഗിക വൈകൃതത്തിന് അടിമയായിട്ടുള്ള ഒരു അധ്യാപകൻ നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? നേരത്തെയും ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്തരം ആക്രമണങ്ങൾ, ഇത്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് ലൈംഗിക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ശിശുക്ഷേമ സമിതി വ്യക്തമാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനുള്ള സാഹചര്യം ഉണ്ടാവും. കൂടുതൽ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട രംഗത്ത് വന്നേക്കാമെന്നുള്ള ഒരു അസസ്മെന്റിലാണ് പോലീസും ഇപ്പോഴുള്ളത്. എന്തായാലും അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്കൂളിൽ മുൻപ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിലേക്കും കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടക്കും. അതല്ലെങ്കിൽ അവരെ കൂടി കണ്ട് സംസാരിക്കുന്ന ഒരു നീക്കത്തിലേക്ക് എത്തും ശിശുക്ഷേമ സമിതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിലുള്ള പരാതിയിന്മേൽ അധ്യാപകൻ കാരണം ഈ വിദ്യാർത്ഥികൾക്ക്, ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. സ്കൂളിലെ കായിക മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് ഇയാൾ വിരുന്നൊരുക്കുന്നു. ആ വിരുന്നിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥിയെ താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം മദ്യം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നായിരുന്നു ആദ്യത്തെ പരാതി. സമാനമായ രീതിയിൽ തന്നെയാണോ മറ്റു കുട്ടികളെയും ചൂഷണം ചെയ്തത്? അതായത് പതിവായി ഈ വിദ്യാർത്ഥികളെ അയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു രീതിയുണ്ട്, പ്രവണതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇതായിരിക്കില്ല കണക്ക്. കൂടുതൽ കുട്ടികൾ ഇരകളാകപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഭയം കാരണം പലരും മറച്ചു വെച്ചതാകാം. കുടുംബത്തിനൊരു പിന്തുണയുണ്ടെങ്കിൽ, കാരണം യഥാർത്ഥ സത്യം, വസ്തുത പുറത്തു വരണം.
മാത്രമല്ല ആ കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരകളായിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ തന്നെ, കാരണം അവർ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകന് ഇത്തരം ചൂഷണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി ജീവിതം തന്നെ വലിയൊരു അപകടത്തിലേക്ക് പോകാം. കാരണം കൃത്യമായി കൗൺസിലിംഗ് ചെയ്യണം. CWCയുടെ നടപടികൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ട്രോമോ സ്വാഭാവികമായും ഈ കുട്ടികളെ അലട്ടാം, അവരുടെ ഭാവി ജീവിതത്തെ പോലും ബാധിക്കാം. എങ്ങനെയാണ് CWCയുടെ ഇടപെടലുകൾ, പോലീസിൻ്റെ ഇടപെടലുകൾ? കൂടുതൽ കുട്ടികൾ ഈ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള നടപടികൾ എങ്ങനെയാണ്? പ്രധാനമായിട്ടും ഈ അധ്യാപകനെ ഇത്തരം പരാതികൾ ഉണ്ടായിട്ടും ഈ അധ്യാപകനെ രാജി എഴുതി വാങ്ങി, ഈ പ്രശ്നം വന്നപ്പോൾ രാജി എഴുതി വാങ്ങി താൽക്കാലികമായി പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ച സ്കൂൾ മാനേജ്മെന്റിനെതിരെ കർശന നടപടി വേണമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അതെന്തായാലും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണ് അവരുടെ ഒരു ഭാവി തീരുമാനിക്കുന്നത്. ഇത്തരം ചെറുതിലെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബാല്യകാലത്തുണ്ടാകുന്ന ഇത്തരം ട്രോമകളിലൂടെയാണ് അവർ കടന്നു പോകേണ്ടത്. അതിനൊന്നും പരിഹാരം നൽകാതെ ഇത്തരം കുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നതൊക്കെ ഒളിച്ചു വെച്ച് അവർക്ക് കൗൺസിലിംഗ് നൽകാതെ, അല്ലെങ്കിൽ സംഭവിച്ചതിൻ്റെ ഒരു ആധിക്യത്തിലൊക്കെ അവരുടെ ലൈഫ് മുഴുവൻ അവരതേപ്പറ്റി ആലോചിച്ച് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് സ്കൂൾ അധികൃതരുടെ നീക്കവും ഉണ്ടായത്. ഇത്തരം ഒരു അധ്യാപകനെ ആദ്യ പരാതിയിൽ തന്നെ അതിൽ നടപടിയെടുക്കുകയോ അയാളെ സസ്പെൻഡ് ചെയ്യുകയോ അയാൾക്കെതിരെ മറ്റു നടപടികൾക്ക് ശുപാർശ ചെയ്യാതെ അയാളെ സംരക്ഷിക്കുന്ന നീക്കമായിരുന്നു സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വലിയ സംശയം ശിശുക്ഷേമ സമിതി മുന്നോട്ട് വയ്ക്കുന്നത് മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അയാൾ ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് എന്നുള്ള വിലയിരുത്തൽ വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഇയാൾ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട അധ്യാപകനാണ്, കുട്ടികളെ വളരെ ടേക്ക് കെയർ മോഡിൽ കൊണ്ടുപോകുന്ന ഒരു അധ്യാപകനാണ്. അങ്ങനെ ഇയാൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇയാളുടെ താമസ സ്ഥലത്ത് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് ഈ പീഡന കേസുകളിലെല്ലാം വ്യക്തമാകുന്നതും. അങ്ങനെയാണ് ആ ഒരു സാഹചര്യം മുതലെടുക്കാൻ ഇത്തരം അധ്യാപകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം നടിച്ചും സൗഹൃദം നടിച്ചും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാക്കിയും അവരെ മുതലെടുക്കാൻ ഈ അധ്യാപകന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഈ സ്കൂൾ അധികൃതർ അറിയാതെ പോയത് എന്താണ്, അല്ലെങ്കിൽ വന്നിട്ടുള്ള പരാതിയിൽ നടപടി ഉണ്ടാകാഞ്ഞത് എന്താണ്, മുൻപ് ഇത്തരം പരാതികൾ ഉണ്ടായിട്ടുണ്ടോ, അതിലെന്ത് നടപടി സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാരണം AEOയുടെ റിപ്പോർട്ടുണ്ട്. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് സ്കൂൾ അധികൃതർ ഈ സംഭവം മറച്ചുവെച്ചു, മാനേജർക്കെതിരെ നടപടി വേണം, പ്രധാന അധ്യാപികക്കെതിരെ നടപടി വേണം തുടങ്ങിയ കാര്യങ്ങൾ AEOയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സ്വാഭാവികമായും എന്താണ് അന്വേഷണത്തിൽ വ്യക്തമായ വിവരം? അങ്ങനെ സ്കൂള് ബോധപൂർവം ഈ അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതാണോ, അതോ സ്കൂളിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു, അതോ ഇത്തരം ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണോ? നിലവിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ടോം, AEO നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ CWC കൃത്യമായിട്ട് മറ്റു കുട്ടികൾക്ക് കൂടി കൗൺസിലിംഗ് നൽകേണ്ടുന്ന സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നത്. പോലീസും ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ പരാതികൾ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെയും ഒരു വിലയിരുത്തൽ. അത്തരം ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ സ്കൂൾ അധികൃതർ ഒരു പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ സൽപ്പേര് കളങ്കപ്പെടുമെന്നുള്ള ഒരു പേടിയിലായിരിക്കാം ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷേ സ്കൂളിന്റെ ഭാഗത്തുനിന്നും എന്ത് നടപടി ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇങ്ങനെയുള്ളൊരു അധ്യാപകനെ സ്കൂൾ അധികൃതർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. കാരണം ഈ ഒരു കുട്ടിയുടെ പാരന്റ് മാത്രം, രക്ഷിതാവ് മാത്രം പരാതിയുമായി ചെന്നപ്പോൾ അതും ഒതുക്കി തീർക്കുന്ന, അത് ഇത്തരത്തിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകാതെ ഈ അതോറിറ്റി മാത്രം ഇതിലെ അന്വേഷണം നടന്നിരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് സ്കൂൾ അധികൃതർ സമ്മതിക്കുന്നത് തങ്ങളിത് അറിഞ്ഞിരുന്നു, തങ്ങൾക്കിത് അറിയാമായിരുന്നു എന്നുള്ള. അപ്പോൾ അറിയാഞ്ഞിട്ടല്ല എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. മുൻപും ഇത്തരം പരാതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. അത് CWC തന്നെ ആ കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുൻപ് അവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്കും ഈ അധ്യാപകൻ പഠിപ്പിച്ചിരുന്ന മറ്റ് ആൺകുട്ടികൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് CWC മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. അതാണ്. അങ്ങനെയെങ്കിൽ ഈ AEOയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെക്കുന്നത്, പ്രത്യേകിച്ച് ഇത് പോക്സോ കേസാണ്.
എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങൾ മറച്ചുവെക്കാൻ, കേട്ടാൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ കേട്ട ഒരു സാധനം നമ്മൾ മറച്ചു വെക്കുന്നു, ഇത്തരം വാർത്തകൾ മറച്ചു വെക്കുന്നു, ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി സ്കൂൾ അധികൃതർക്ക് നേരെ ചുമത്തപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്പെഷ്യൽ ഈ സ്കൂൾ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് കൂടുതൽ നടപടിക്രമങ്ങൾ സ്കൂളിന് നേരെ ഉണ്ടാകേണ്ടതാണ്. അതിനുണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണമാണ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് ഇത്ര അധികം കുട്ടികൾ, അതായത് ഒരു കുട്ടി എന്നുള്ള പരാതിയിൽ നിൽക്കാതെ നിരവധി പേർ അതിന് പിന്നാലെ വരുന്ന ഒരു സാഹചര്യം, ആ ഒരു കണക്ക് കൂടി, അത് ഈ പരാതിയുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്കൂൾ അധികൃതർ അറിഞ്ഞിട്ടില്ല എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മറുപടിയെങ്കിൽ അതല്ല എന്നുള്ള കാര്യം വ്യക്തമാവുന്ന. പ്രത്യേകിച്ചും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത് അറിഞ്ഞിരുന്നു എന്ന് തന്നെ അവർ സമ്മതിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അറിഞ്ഞിട്ടും പല കാര്യങ്ങളും, പല കേസുകളും, മുൻകൂട്ടായിട്ടുള്ള പല സംഭവങ്ങളും കുട്ടികളുടെ ഭാവി എന്ന് ഒരു പക്ഷേ രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് മറച്ചുവെക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടാകാം. അങ്ങനെ തന്നെ ആയിരിക്കണം ഈ ഇത്രയും അധികം കുട്ടികൾ പീഡിപ്പിക്കപ്പെടാനുള്ള, ലൈംഗിക ചൂഷണത്തിന് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മലമ്പുഴയിൽ മദ്യം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിലെ അധ്യാപകനെതിരെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.